മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബബിത അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അലീനയെ വിളിച്ച് പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മാഡത്തിനോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ചേച്ചി, അമ്മ പറയുന്നതിനൊന്നും ന്യായമില്ല, പിന്നെ എങ്ങനെയാണ് അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഇത്രയും നാൾ അമ്മ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്ന, കാരണം എന്തെങ്കിലും അമ്മ എതിർത്ത് ചെയ്തു കഴിഞ്ഞാൽ അമ്മ വീണ്ടും കുറ്റപ്പെടുത്തും. അത് കേൾക്കണ്ടെന്ന് വിചാരിച്ച് അമ്മയെ അനുകൂലിച്ച് തുടങ്ങി. പിന്നെ എല്ലാ കാര്യത്തിനും അനുകൂലിച്ച് തുടങ്ങി, അച്ഛനെ എതിർത്ത് തുടങ്ങി. ഇനി അങ്ങനെ ചെയ്യാൻ വയ്യ എന്ന് കവിത പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, തെറ്റ് കണ്ട പ്രതികരിക്കണം. ആവശ്യമില്ലാതെ മാഡത്തിന് ഒരു കാര്യവും ഇടപെടാനോ വാശി പിടിപ്പിക്കാനോ ഒന്നും പറയാനോ പോകണ്ട. നമ്മളോട് എന്തെങ്കിലും ന്യായമല്ലാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കണം, നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകണം. അത് മാത്രം ചെയ്താൽ മതി. കേട്ടല്ലോ, പറഞ്ഞതെല്ലാം ഓർത്തു വെക്കണം. ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായി, ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു തീ കോരിയിടാൻ മാഡം ശ്രമിച്ചു. ഇനിയും ഇതേപോലുള്ള പരിശ്രമം ഉണ്ടാവും. ചിലരുടെ ഒരു യുദ്ധമുറയാണ്, നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പം മാഡത്തിന് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടാണ്. അപ്പം അധികാരം പിടിച്ചെടുക്കാനും പാടാണ്. നിങ്ങളെല്ലാം ഭിന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴിക്കാക്കി കഴിഞ്ഞാൽ മാഡം വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് മാഡത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇതുപോലുള്ള ഇനിയും പല ശ്രമങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ മാഡം പറയും. അതൊന്നും കേൾക്കാനേ നിൽക്കണ്ട, ആവശ്യമെങ്കിൽ മാത്രം പ്രതികരിക്കുക എന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യാം ചേച്ചി എന്നൊക്കെ ബബിത പറഞ്ഞു. എന്നാൽ മോള് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്. ശരി, ഞാൻ കിടക്കാം ചേച്ചി, ഫോൺ വെക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത കിടക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഉറയ്ക്കോ മോളെ എന്ന് പറയുന്നുണ്ട്. ചേച്ചി അടുത്തുണ്ട്, മോളെ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്. മാഡത്തിൻ്റെ ഓരോ കാര്യവും ബബിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നല്ല വിഷമമുണ്ട്. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താടാ നിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ, ഇന്നലെ ഇത്തിരി കൂടിപ്പോയില്ലേ അപ്പച്ച എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരിയോ? ഒത്തിരി കൂടിപ്പോയി. നിന്നോട് പറഞ്ഞതല്ലേ കുറച്ച് മതിയെന്ന്, നീ കേൾക്കാൻ തയ്യാറായില്ല. നിനക്ക് കുടിച്ചിട്ട് മതി വന്നില്ല എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. ഇത്രയ്ക്കങ്ങ് കുടിക്കണമെന്ന് വിചാരിച്ചില്ല, പിന്നെ അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, പണ്ടത്തെ പോലല്ല. നിനക്ക് തോന്നുന്ന പോലെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ച് ബഹളവും വെച്ചിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, അവൾക്കാണെങ്കിൽ കുടിക്കുന്നത് ഇഷ്ടമല്ല, അത് നിനക്കറിയാലോ. എന്താ അപ്പച്ച, അവൾ അപ്പച്ചനോട് വല്ല കാര്യവും പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അവൾ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യത്തിൽ കൂടുതൽ കുടിക്കല്ലെന്ന്. നീ കുടിച്ചതൊക്കെ അവൾ കണ്ട് നിനക്ക് കൂട്ട് തന്നതിന് എന്നെ അവൾ കുറേ ചീത്ത പറഞ്ഞ് എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമല്ല കുടിക്കുന്നത്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അവളുടെ ഇഷ്ടപ്രകാരം നമുക്ക് കുടിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും നമുക്ക് ശീലം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നീ എന്താ അവൾ പറയുന്ന കേൾക്കാത്തത്? നിനക്ക് എന്തെങ്കിലും തട്ടീട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ അവൾക്ക്? നിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ വന്ന് അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടത്തില്ലേ, കൂട്ടത്തിൽ എന്നെയും. പിന്നെ ആ കൊച്ചിന് ആരെങ്കിലും ഉണ്ടോ എന്ന് സ്റ്റാൻലി അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് വിഷമത്തോടെ അവതക്കുട്ടിയെ നോക്കുന്നുണ്ട്. എന്താടാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലയോ? നീയാണെങ്കിൽ കുടിച്ച് നിൻ്റെ കരളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇനി ആരാ ഉള്ളത്? എല്ലാവരും കൂടെ ആ കൊച്ചിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും. ആരോരും ഇല്ലാതെ ഇത്രയും കാലം കഴിഞ്ഞതുപോലെ ഇനിയും അത് ജീവിക്കേണ്ടി വരും. അങ്ങനെയാണോ നിനക്ക് വേണ്ടുന്നത്? അല്ലല്ലോ, നിനക്ക് നിൻ്റെ മോളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പം അവൾ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും കേൾക്കാം, നല്ല കാര്യങ്ങൾ കേൾക്കാം, അത് അനുസരിക്കാം. അവൾക്ക് ഇഷ്ടമല്ല നീ കുടിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള ഭയം അവൾക്ക് നല്ലതായിട്ടുണ്ട്. അതെന്നോട് പറയുകയും ചെയ്ത്. അതുകൊണ്ട് നീ കുറച്ച് കുടി കുറയ്ക്കണം, അവൾക്ക് വേണ്ടിയെങ്കിലും അവളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നീ കുറച്ച് കുടി കുറയ്ക്കണം എന്ന് പറയാണ് എന്നും പറഞ്ഞാൽ അവതക്കുട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലി അതൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവതക്കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് സ്റ്റാൻലിക്ക് തോന്നുകയാണ്. സ്റ്റാൻലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അലീനെ ആ വീട്ടിൽ നിന്ന് ആ സമയം അടിച്ചിറക്കുമെന്ന് സ്റ്റാൻലിക്ക് തോന്നുവാണ്. അങ്ങനെ വിഷമത്തോടെ സങ്കടത്തോടെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ രാവിലെ തന്നെ വൈജ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. ഒരുങ്ങി പുറത്തേക്ക് വന്നിട്ട് സ്റ്റെയറിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. ചുറ്റിനൊക്കെ നോക്കുന്നുണ്ട്, ആരെയും കാണില്ല. ഈ സമയത്താണ് ബാലചന്ദ്രൻ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ബാലചന്ദ്രൻ ഇറങ്ങി വരുമ്പോഴേ കാണുന്നുണ്ട് വൈജ ഒരുങ്ങി ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നത്. ബാലചന്ദ്രൻ മൈൻഡ് ചെയ്യാതെ അവിടെ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണയും വരുന്നുണ്ട്. കൃഷ്ണയും വന്ന് അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മ ഇത് എങ്ങോട്ടായെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോവാമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു കാര്യവും നോക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം വൈജിക്ക് അതങ്ങ് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ കൃഷ്ണ എടുത്ത്
ചായ ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയുടെ ഒരു കാര്യം അന്വേഷിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഉടനെ വൈജ നേരെ ദേഷ്യം പിടിച്ച് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് മുതൽ ജോലിക്ക് പോകുകയാണെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുകയാണ്. അന്നേരം വീണ്ടും അടുത്തോട്ട് വന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞത് കേട്ടോ, ഇന്ന് മുതൽ ഞാൻ ജോലിക്ക് പോവുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, അതിന് ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്താ ബാലചന്ദ്ര, ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒന്നും പറയാതെ ഇങ്ങനെ കേൾക്കാത്ത മട്ടിലിരിക്കുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെ പറയാണ്, നമ്മൾ തമ്മിൽ ചോദിക്കാനും പറയാനൊക്കെ നിന്ന് കഴിഞ്ഞാലേ കുറച്ച് പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്ന പല ചോദ്യത്തിനും നീ വെള്ളം കുടിക്കും, പിന്നെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് പറ്റത്തില്ല, പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ വൈജ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും വൈജ ഭയങ്കര ധൈര്യത്തോടെയും ദേഷ്യത്തോടെയും ചോദിക്കുന്നുണ്ട്, അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്ത് ചോദിച്ചാലാ എനിക്ക് മറുപടി ഇല്ലാത്തത്, ഞാൻ പേടിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കിപ്പോ, എനിക്കൊന്നും നിന്നോട് പറയാനുമില്ല സംസാരിക്കാനുമില്ല. അങ്ങനല്ല, എന്തോ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട്, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എന്ത് കാര്യത്തിനാണ് ബാലചന്ദ്രനെ ഭയക്കേണ്ടതെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയാണ്, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ, അമ്മ ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, അമ്മ പോ എന്ന് പറയാണ്. നീ അതിനോട് തീരുമാനിക്കുന്നത്, എനിക്കിഷ്ടമുള്ളപ്പോൾ പോകും എന്ന് വൈജ പറയുന്നുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അവിടുന്ന് ചായയും കുടിച്ചിട്ട് എണീക്കുകയാണ്. മോളെ ഞാൻ ഇറങ്ങുവാണെന്ന് പറയാണ്. ശരി അച്ഛാ എന്നും കൃഷ്ണ പറയുന്നുണ്ട്. അപ്പം വൈജയ്ക്ക് പിന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഒന്ന് നിൽക്കേ ബാലചന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങ് പുറത്തേക്ക് പോവാണ്. കൂടെ കൃഷ്ണയും പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ചെന്ന് കാറിൽ കയറുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ കള്ളത്തരം കാണിച്ചിട്ടും തൻ്റെ മുന്നിൽ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന വൈജയുടെ കാര്യം ഓർത്ത് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണ വന്ന് ഗ്ലാസ്സിൽ തട്ടുന്നുണ്ട്. അപ്പം ഗ്ലാസ് താഴ്ത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് നിനക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു എന്ന് കൃഷ്ണനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല. ആ അച്ഛൻ ഓക്കെയാണ് എന്നും പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെ ഗ്ലാസ് അങ്ങ് അടയ്ക്കുകയാണ്. അതിനുശേഷം കാറും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. കൃഷ്ണയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം അച്ഛന് നല്ല വിഷമമായി. അമ്മ ഇപ്പോഴും കള്ളം പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ ദേഷ്യം വാശിയും പിടിച്ച് നിൽക്കുന്നതൊക്കെ ഓർത്ത് കൃഷ്ണയ്ക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. കൃഷ്ണ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ പോകുന്നത്. അതിനുശേഷം കുളത്തൂപ്പുഴയിലാണെങ്കിൽ ഈ സമയത്ത് അവതക്കുട്ടിയും അലീനയും കൂടെ മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന് ഓരോ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ലാലിച്ചേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടി കുറയ്ക്കണമെന്ന്, കുടിച്ച് കുറച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട്, മോൾക്ക് ഇഷ്ടമല്ലെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പം ലാലിച്ചൻ എന്തോ പറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ പറയാനാ, ഞാൻ പറഞ്ഞതല്ല, അവൻ കേട്ടോണ്ട് നിന്ന് ഞാൻ അവനടുത്ത് പറഞ്ഞിട്ടുണ്ട്, കള്ള് കുടിച്ച് കരള് വാട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് ആരുമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണ് നിറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി അവൻ കുറച്ച് കുടിയൊക്കെ കുറയ്ക്കും, നോക്കിക്കോ മോളെ എന്ന് പറയാണ്. മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെന്ന് പറയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഇത്രയും നാൾ എനിക്ക് പപ്പയും ഇല്ലായിരുന്നു അമ്മയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് പപ്പയെ കിട്ടിയത്. പണ്ട് കുഞ്ഞുനാളിൽ പപ്പയെ കാണണം അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ജിതാമ്മ ഞങ്ങളെ എടുത്ത് മടി വെക്കും. മടി വെച്ചിട്ട് പറയും, അനാഥരായ പിള്ളേർക്ക് യേശു തന്നെയാണ് അച്ഛനും അമ്മയും എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ ബ്രിജിത്താമ്മ അടക്കുന്നത് എന്ന് അലീന സങ്കടത്തോടെ പറയണം. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, മോളെ സങ്കടപ്പെടാതെ വാ അകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇതൊക്കെ ദൂരെ നിന്ന് ആൻ്റപ്പനും അതേപോലെ വിനോദം കാണുന്നുണ്ട്. അപ്പം ആൻ്റപ്പനാണെങ്കിൽ വിനോദിനോട് പറയുന്നുണ്ട്, കണ്ടോ ആ പെങ്കൊച്ചിന് എന്തോ വശീകരണ മന്ത്രമുണ്ട്, ആരുടെ മുന്നിൽ തല കുനിക്കാതെ അവതക്കുട്ടി കണ്ടോ ആ കൊച്ചിൻ്റെ മുന്നിൽ തല കുനിച്ചിരിക്കുന്നത്. അപ്പം എന്തോ അവളുടെ കയ്യിൽ എന്തോ വശീകരണ മന്ത്രമുണ്ടെന്ന് ആൻ്റപ്പൻ വിനോദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം വിനോദ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. നമ്മൾ അവളുടെ മുന്നിൽ തല കുനിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, അവൾ പറയുന്നതൊന്നും അംഗീകരിക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് ആൻ്റപ്പൻ വിനോദിൻ്റെ അടുത്ത് പറയാണ്. അപ്പം അലീനയും കൊണ്ട് അവതക്കുട്ടി അകത്തേക്ക് വരികയാണ്. അലീന നല്ല സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞ് ഒരു രീതിയിലാണ് അകത്തേക്ക് വരുന്നത്. കൂടെ അവതക്കുട്ടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അലീനെ അകത്തേക്ക് കൊണ്ടുവരുന്നത്.